അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയെടുത്ത തോരനും കറിയൊക്കെയാണ് കേട്ടോ. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചരങ്ങ കൊണ്ടൊരു കറിയാണ് കേട്ടോ. ചരങ്ങ തന്നെയാണ് എല്ലാവരും പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഷ്ണം ചരങ്ങ എടുത്ത് നമ്മൾ ഓലനൊക്കെ മുറിച്ചെടുക്കുന്നത് പോലെ വളരെ തിന്നായി മുറിച്ചെടുത്ത് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒന്ന് ഇത് വേവിച്ചെടുക്കാം. ചിരങ്ങയിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു 3/4 മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫൈനായി അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ജീരകമോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ചിരങ്ങ വെക്കുന്ന സമയത്ത് പച്ചമുളകും മഞ്ഞളും ഒന്നും ഇട്ട് കൊടുക്കാതെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഈ ചിരങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് തിളക്കുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളിയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. കടുക് ഇടുകയില്ല. ഇനി ഈ ചുവന്ന ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് 3 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുത്ത് അതിലേക്ക് കരിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഈ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചിരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തക്കാളി താളിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടി വരുമ്പോൾ മാങ്ങഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല. മാങ്ങഞ്ചി ചെറുതായി മുറിച്ചത്, വെളുത്തുള്ളി ഒരു 3 അല്ലി ചെറുതായി മുറിച്ചത്, ഒരു സബോള, 2 പച്ചമുളക് അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 വലിയ തക്കാളി ചെറുതായി മുറിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് തക്കാളിക്കൊന്നും അളവില്ല കേട്ടോ. നമുക്ക് എത്ര വേണോ നമുക്ക് താളിക്കാൻ എടുക്കുന്നത് അത്രയും എടുക്കട്ടെ. ഞാൻ ഇവിടെ 3 വലിയ തക്കാളിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ മാങ്ങഞ്ചി കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞളും ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി പച്ചമുളകിൻ്റെ എരിവും ഉണ്ടാവുമല്ലോ. ഇനി ഇത് നല്ല ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് ഈ തക്കാളി ഉടഞ്ഞ് കിട്ടുന്ന പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വേവുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പ് മാറ്റി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് ശരിയായി വെന്ത് കിട്ടിയിട്ടില്ല. ഇനി അപ്പുറത്തെ അടുപ്പത്തേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇടിച്ചക്ക കൊണ്ടുള്ള തോരനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് 1/2 ബൗള് മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇടിയൻ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടിയൻ ചക്ക ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള വെള്ളം. ഇനി കുക്കർ അടച്ച് നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. മുതിര നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. തൊണ്ടവേദന ചെറുതായിട്ടുണ്ട് കേട്ടോ. അതാണ് ശബ്ദം ഇങ്ങനെ. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂട് പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റീൽ കുക്കർ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ 3 കാന്താരി മുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ആവി കയറിയാൽ നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാനായി ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 സ്പൂൺ കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഒന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുത്ത് കരിവേപ്പില ഇട്ട് ഈ ചക്കയിലേക്ക് താളിപ്പൊഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ചോറിനുള്ളത്. കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പം മീൻ ഇഷ്ടമല്ല. ആരും മീൻ കഴിക്കണില്ല. പിന്നെ എപ്പോഴും നമ്മൾ ചിക്കൻ ആയാൽ തന്നെ പറ്റുകയില്ലല്ലോ. അപ്പം ഇന്ന് പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ച്
അതുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനെയൊക്കെ ആക്കിയത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കമീൻ വറുത്തതും ഉണ്ട് കേട്ടോ. ഉണക്കമീൻ കുട്ടികളൊന്നും കൂട്ടൂല, അവർക്ക് നമുക്ക് മുട്ടൊക്കെ പൊരിച്ച് കൊടുക്കാമല്ലോ. നമുക്ക് ഇഷ്ടമാണ് ഉണക്കമീനും ഇതുപോലത്തെ കറിയും തോരനൊക്കെ. ഇനി ഇതെല്ലാം നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവരും ഇനി ഇടിയൻ ചക്ക വെക്കുമ്പോൾ മുതിരയും കൂടി ഇട്ട് വെക്കട്ടെ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. പിന്നെ അതേപോലെ തന്നെ തക്കാളി നമ്മൾ താളിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ ചിരങ്ങക്കറി, ഇതെല്ലാം കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.